നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്നത് കേട്ടോ. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാറ്റിക് അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ചിട്ട് റീഡിംഗ് കാണാം കേട്ടോ. ആദ്യം പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താ നോക്കാം. ദ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അത്രയും ഒരു ഇമോഷണലി, ഫിസിക്കലി എല്ലാ രീതിയിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ അവരത്രയും ഈ ഒരു റിലേഷനിൽ നിങ്ങൾ വേണം, അല്ലെങ്കിൽ അവരുടെ കൂടെ ലൈഫ് ലോങ് വേണ്ടത് നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷനെ കാണുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഈ റിലേഷനിൽ. ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇപ്പോൾ നിങ്ങളൊരു ഈ റിലേഷൻ എൻഡായി പോയി, അല്ലെങ്കിൽ ഈ റിലേഷൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻ എൻഡായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിന്നും ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരുന്ന ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ഒരു ഡെത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ എൻഡായി പോയി എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ച് വരുന്ന ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ദ മജീഷ്യൻ കാർഡാണ്. മിറാക്കിൾസ് ഈ റിലേഷനിൽ സംഭവിക്കാം എന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച്, ഒരു മാജിക് പോലെ, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ആയിട്ട് ഈ റിലേഷനിൽ അതായത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷനിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നതായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം തേർഡ് പാർട്ടിയിലല്ലേ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിലല്ലേ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം നിങ്ങളുള്ളത്. പക്ഷേ പെട്ടെന്നായിരിക്കാം ഈ റിലേഷനിൽ ഒരു മിറാക്കിൾ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ വരുന്നത് എന്നാണ് കാണിക്കുന്നത്. ദ മൂൺ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്നും വിട്ട് നിൽക്കുന്ന ഈ ഒരു അകൽച്ചയിൽ അവർക്ക് സത്യം പറഞ്ഞാൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു റിലേഷനിലോട്ട് അവർ സ്നേഹത്തോടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോട് മുൻപുണ്ടായിരുന്ന അതേ സ്നേഹവും അതേ ഇഷ്ടവും പരിഗണനയും എല്ലാം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി തേർഡ് പാർട്ടിയോട് എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്ന് നോക്കാം കേട്ടോ. കിങ് ഓഫ് സോർഡ്സ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുള്ളതായിട്ട് കാണുന്നത്. ആ ദേഷ്യത്തിന്റെ റീസൺ ഇതാ. ഇവിടെ ഈ ഒരു പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഒരു കാക്കി ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലെയാണ് നിങ്ങളുടെ പേഴ്സന്റെ തലയ്ക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതായത് ഈ കാക്ക ഈ പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ എത്രമാത്രം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമുക്കൊരു അത്രയും ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഒരു ഇറിറ്റേഷനൊക്കെ അല്ലേ തോന്നുക. അതുപോലെയാണ് ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്കൊരു സ്വസ്ഥത കൊടുക്കാത്ത സിറ്റുവേഷനാണ് അവരുടെ ലൈഫിലുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സോഴ്സ് എനർജിയിലാണുള്ളത്, ഒരു ദേഷ്യത്തിലാണുള്ളത് എന്നാണ് കാണിക്കുന്നത്. നയൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഈ തേർഡ് പാർട്ടി ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ മണിയിലോട്ടാണ്. ഈ പെന്റിക്കിൾസ് എനർജിയിലോട്ടാണ് ഈ ഒരു ലേഡി
ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ ഈ ഒരു തേർഡ് പാർട്ടിയെ യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സണെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നതും എല്ലാ സമയത്തും നിങ്ങളുടെ പേഴ്സൺ ഒരു സ്വസ്ഥത കൊടുക്കാതെ നിൽക്കുന്നതൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ ആഗ്രഹിച്ച ഒരു സ്നേഹവും പരിഗണനയും ഒന്നും അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിലേഷനിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഡിസ്റ്റർബ്ഡ് ആണ്, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. നിങ്ങളെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച വെച്ച് മാറിയപ്പോൾ എത്രമാത്രം പെയിൻഫുൾ ആയിട്ടാണോ മുന്നോട്ട് പോയിട്ടുള്ളത്, അതേ പെയിൻ അവർക്ക് യൂണിവേഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അതേ പെയിൻ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ച പോലെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ആ ഒരു സ്നേഹവും കണക്ഷനൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു തിരിച്ചടി അവർക്കിപ്പോൾ കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം, റിയൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ യൂണിവേഴ്സായിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലാണ്. അതായത് നിങ്ങളോടുള്ള ഒരു സ്നേഹം, നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു, നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴാണ് അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്ന അവഗണനയും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ഇഷ്യൂസും ശരിക്കും അവർക്ക് നിങ്ങൾ എന്താണ്, നിങ്ങളോടുള്ള സ്നേഹം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻ ആണെങ്കിൽ അവിടെ ആ തേർഡ് പാർട്ടിയെ നമ്മൾ എപ്പോഴും ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങളോടുള്ള സ്നേഹം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പേഴ്സണാണ് ഈ തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി വരുമ്പോഴാണ് നിങ്ങൾക്ക് മൂല്യം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്നേഹം എന്തായിരുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുമ്പോഴാണ്. അല്ലാതെ നിൽക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ, നിങ്ങൾ എത്ര സ്നേഹിച്ചാലും ആ ഒരു സ്നേഹത്തിൽ ഒരു വാല്യൂ അവർക്ക് തോന്നില്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടി വരുമ്പോൾ അവരിൽ നിന്നുണ്ടാവുന്ന അവഗണനയാണ് ശരിക്കും നിങ്ങളുടെ സ്നേഹം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 4 ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒരു റിയൂണിയനിലോട്ട് വരണം എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 2 ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിൽ അവർ എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷൻ അവർക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷനിൽ ഒരു റിയൂണിയനിലോട്ട് വന്നാലോ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ഇത് നിങ്ങളിലേക്ക് വന്നാലോ എന്നുള്ള ചിന്തയും ഒക്കെ അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ഇവരിപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല. അവരവിടെ വിഷമത്തോടെയാണ് ആ റിലേഷനിൽ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവർ വിചാരിച്ചില്ല തേർഡ് പാർട്ടി ഇങ്ങനെയൊന്നും അവരോട് പ്രതികരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അവർ തേർഡ് പാർട്ടി അവരോട് ട്രീറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു റെസ്പോൺസ് ആണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. ചേസർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളറിയാതെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ചേസർ എനർജിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ വന്നതായിട്ട് കാണുന്നുണ്ട്. ഹോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഒരു ഹോപ്പ് അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോപ്പ് അവിടെ ഉണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇനി തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് തിരിച്ചു വന്നാലും അവിടെ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഒരു ഹോപ്പ് ഉള്ളതായിട്ട് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം.
ലെറ്റ് ഗോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരൂ എന്നുള്ള ഒരു ഡൗട്ട്ഫുള്ളി ഈ റിലേഷൻ നിൽക്കാതെ നിങ്ങൾ ഈ റിലേഷനിൽ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരിക. അല്ലാതെ നിങ്ങൾ ആ ഒരു പേഴ്സണെ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക കേട്ടോ. ടേക്ക് ആക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. ഈ റിലേഷനിൽ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് കാണിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ഒരു ചേഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു സയൻസ് കിട്ടുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഏപ്രിൽ, ജൂലൈ, ആയിരത്തി 1985, ചതയം, പൂരാടം, രോഹിണി, നവംബർ, letter F, letter J, ആയില്യം, 1993, ലെറ്റർ R. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.